ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും അതിലേക്കുള്ള ചിക്കൻ റോസ്റ്റുമാണ്. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് സവാള അരിഞ്ഞത്, വേവിച്ച ബോൺലെസ് ചിക്കൻ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, പിന്നെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് 1 കപ്പ്, ബീൻസ് നീളത്തിൽ അരിഞ്ഞത് 1 കപ്പ്, കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് മുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ബീൻസ് ഏകദേശം ആയി കഴിഞ്ഞാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി വിതറിക്കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ച് ചേർക്കാം. ഇനി കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി എഗ്ഗിൽ കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അത് പാനിന്റെ ഒരു സൈഡിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കിയെടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കാം. അതിനുശേഷം മാറ്റിവെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനു മുകളിലായി കുറച്ച് മല്ലിയില വിതറിക്കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബസ്മതി റൈസ് 1/4 വേവിൽ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അരി കഴുകിയതിനു ശേഷം കുറച്ച് ഉപ്പും 1 സ്പൂൺ ഓയിലും ചേർത്ത് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. ഇനി ഫ്രൈ ചെയ്തു വെച്ചതും റൈസും കൂടി മിക്സ് ആക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം എടുക്കാം. ഇനി ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഫ്രൈ ചെയ്തു വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം.
ബാക്കിയുള്ള റൈസും ഫ്രൈ ചെയ്ത് വെച്ച മിക്സും ഇട്ടുകൊടുത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം. മുകളിലായി കുറച്ച് മല്ലിയില വിതറിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ചിക്കൻ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ച വെള്ളമാണ് റൈസിലേക്ക് എടുത്തതിൻ്റെ ബാക്കി. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതാണിത്. ചിക്കൻ കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതേ സമയം ഒരു ചട്ടിയിൽ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി കോൺഫ്ലവർ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.